ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു അടിപൊളി ഡിന്നർ റെസിപ്പി അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തയ്യാറാക്കിയല്ലോ. വൈകുന്നേരം ചായയുടെ കൂടെ മാത്രം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നമ്മുടെ കപ്പയും മീൻകറിയും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതിന് നമ്മുടെ ചാളക്കറിയാണ്. ചാളയാണ് കപ്പയുടെ കൂടെ കറി ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കപ്പയും മീൻകറിയും തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. 1/4 കിലോ കപ്പയ്ക്ക് 1/4 കിലോ ചാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-25 ഉള്ളി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 30 ഉള്ളി വരെ എടുക്കാം. വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു 25 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. കപ്പയ്ക്ക് ആവശ്യമുള്ള പച്ചമുളകാണിത്. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി, അത് മീനിലേക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് വേണം കപ്പയിലേക്കായിട്ട്. പിന്നെ മീനിലേക്കായിട്ട് നമ്മുടെ കുടംപുളി ഒരു 3-4 പീസ് എടുക്കാം. നമ്മുടെ പുളിക്ക് അനുസരിച്ച് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ആയതുകൊണ്ട് വലിയ പീസ് ആണെങ്കിൽ 2 പീസ് മതി. അപ്പോൾ ആദ്യം നമുക്ക് കപ്പയൊന്ന് വേവിക്കാൻ വയ്ക്കാം. കപ്പ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കപ്പയിലേക്ക് 1-2 കാര്യങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. കപ്പ കുക്കറിലല്ലാതെയും വേവിക്കാം. വേഗം കുക്കായി കിട്ടാനാണ് കപ്പ കുക്കറിൽ വേവിക്കുന്നത്. കപ്പ ആദ്യം കുക്കറിലേക്ക് മാറ്റിയിട്ട് കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കപ്പ വേവാൻ ആവശ്യമായ വെള്ളം. നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ല. ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ ഈ മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മീനിലേക്ക് എരിവ് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. രാവിലെ ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് എടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് വെക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ചട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. ചട്ടിയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളത്തോടു കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ചതച്ച് ചേർക്കണം. അരയരുത്, ചതയാനേ പാടുള്ളൂ. അതും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി എടുത്തിരുന്നത് ചെറിയ പീസുകളാക്കി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി ഉള്ളി. ഇനി നമ്മൾ കൈപ്പിടിയിൽ എടുക്കുമ്പോൾ 1 പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒരുപാട് അരഞ്ഞു പോവാതെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇഞ്ചിയും ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മീൻ കറിയുടെ കൊഴുപ്പ് കൂട്ടാനായിട്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡറും ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടി. മാരിനേഷനിൽ നമ്മൾ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി എല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടുതൽ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ മീൻ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമല്ലോ. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ കപ്പ കുക്കായി വരുമ്പോൾ മീൻ കറിയും കുക്കായി വന്നോളും. പിന്നെ ഇതിൽ ഉള്ളി തന്നെ ചേർക്കുക. സവോള ചേർക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് കുക്കായി വരട്ടെ. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. അപ്പോൾ മീൻ കറി തിളച്ച് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് വീണ്ടും എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കപ്പയുടെ അരപ്പ് തയ്യാറാക്കാനായിട്ടാണ് മിക്സിയുടെ ജാർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വീണ്ടും പൾസ് ചെയ്തെടുക്കുക. അരച്ചെടുക്കണ്ട. അപ്പോൾ നമ്മുടെ പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, തേങ്ങ എല്ലാം ചേർത്ത് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കപ്പ കുക്കായി വരട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ മീൻ കറി അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ റെഡിയാക്കാനായിട്ട്. പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. മീൻ കറിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ 2ലും ചേർക്കുന്നുള്ളൂ. പാനിലെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ.
കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം, അരപ്പിന് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വേവിച്ച കപ്പയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ അരപ്പിൽ വെള്ളം ചേർത്തത് കപ്പയും ചേർന്നൊന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ടാണ്. ഉടച്ച് കുഴച്ചെടുക്കുക, വല്ലാതെ കുഴയണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് നമ്മൾ അരപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. അത് ഓപ്ഷണലാണ്, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് അരപ്പ് ചേർത്തത്. അതുകൊണ്ട് ഇനിയും വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചേർക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പ മാറ്റി വയ്ക്കാം. മീൻകറിയുടെ ടേസ്റ്റ് നോക്കുക. മീൻകറിക്ക് ഉപ്പും പുളിയും എരിവും കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം കപ്പയുടെ കൂടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയും മത്തിക്കറിയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.